ആന്തരഭക്തിയും കാട്ടിക്കൂട്ടുന്ന ഭക്തിയും. ഇത് ഞാൻ ജസ്റ്റ് ഒരു പേജ് അങ്ങോട്ട് തുറന്നു, ആദ്യം കണ്ട ടൈറ്റിൽ അങ്ങ് വായിച്ചു എന്നേ ഉള്ളൂ. ശ്രീരാമകൃഷ്ണദേവൻ. ഭാവന പോലെ ലാഭവും. രണ്ട് ചങ്ങാതിമാർ ഒരിക്കലൊരു വഴിയെ പോയിക്കൊണ്ടിരുന്നു. ഒരിടത്ത് ഭാഗവത പാഠം നടക്കുന്നു. ഒരുത്തൻ കൂട്ടുകാരനോട് പറഞ്ഞു, വാ അനിയ, അല്പം ഭാഗവതം കേൾക്കാം. മറ്റേയാൾ ഒന്ന് എത്തി നോക്കി. എന്നിട്ട് അവിടെ നിന്ന് പോയി വേശ്യാഗൃഹത്തിലെത്തി. അവിടെ ചെന്ന് അല്പം കഴിഞ്ഞപ്പോൾ അയാൾക്ക് ഉള്ളിൽ വലിയ വിരക്തി വന്നു. അയാൾ തന്നെത്താൻ പറഞ്ഞു, ഞാൻ എത്ര നിന്ദ്യൻ! എൻ്റെ സ്നേഹിതൻ ഹരികഥ കേൾക്കുന്നു, ഞാൻ ഇവിടെ വന്ന് വീണിരിക്കുന്നു. മറുവശത്ത് ഭാഗവതം കേട്ടുകൊണ്ടിരുന്നയാൾക്കും വെറുപ്പ് തോന്നി. അയാൾ വിചാരിച്ചു, ഞാനൊരു മഠയൻ, ഇയാൾ എന്തോ ബേബേന്ന് തൊള്ളയിടുന്നു, അതും കേട്ടുകൊണ്ട് ഞാനിവിടെ ഇരിപ്പും. എൻ്റെ കൂട്ടുകാരനോ, അയാൾക്ക് എന്തൊരാനന്ദം! ഇവരിരുവരും മരിച്ചപ്പോൾ ഭാഗവതം കേട്ടയാളെ യമദൂതൻ കൊണ്ടുപോയി. വേശ്യാലയത്തിൽ പോയവനെ വിഷ്ണുദൂതന്മാർ വന്ന് വൈകുണ്ഠത്തിലേക്കും കൊണ്ടുപോയി. ഭഗവാൻ മനസ്സാണ് നോക്കുന്നത്. അവരെന്ത് ചെയ്യുന്നു, ആരെവിടെ ചെന്ന് പെട്ടിരിക്കുന്നു, അതൊന്നും നോക്കിയില്ല. ഭവഗ്രാഹി ജനാർദ്ദന. കർത്ഥാപച സമ്പ്രദായക്കാർ മന്ത്രദീക്ഷ കൊടുക്കുന്ന സമയത്ത് പറയുന്നു, ഇനിയൊക്കെ മനം പോലെ മംഗല്യം എന്ന് വെച്ചാൽ ഇനിയെല്ലാം നിന്റെ മനസ്സിനെ ആശ്രയിച്ചിരിക്കുന്നു. അവർ പറയുന്നു, മനസ്സ് നേരെയായാൽ ഉപായം നന്നായിരിക്കും, അവൻ്റെ ലാഭം ശരിയായും ഇരിക്കും. മനോബലം കൊണ്ട് ഹനുമാൻ സമുദ്രം ചാടിക്കടന്നു. ഞാൻ രാമകിങ്കരൻ, ഞാൻ രാമനാമം ജപിക്കുന്നു, എനിക്കെന്ത് അസാധ്യം! ഇത്തരമായിരുന്നു ഹനുമാന്റെ വിശ്വാസം. എന്തുകൊണ്ട് ഈശ്വര ദർശനം ഉണ്ടാകുന്നില്ല? ശ്രീരാമകൃഷ്ണദേവൻ. അഹങ്കാരം ഉള്ളിടത്തോളം കാലം അജ്ഞാനം ഉണ്ടായിരിക്കും. അഹങ്കാരം ഇരുന്നാൽ മുക്തി നാസ്തി. കാള ഹമ്മ ഹമ്മ എന്നമറുന്നു, ആട് മേ മേന്ന് കരയുന്നു. അതാണ് അവയ്ക്ക് ഇത്ര കഷ്ടപ്പാട്. ചാട്ട കൊണ്ടടിക്കുന്നു, തോലുകൊണ്ട് ചെരുപ്പും ചെണ്ടയും ഉണ്ടാക്കുന്നു, നരകം തീർന്നില്ല. ഹിന്ദിയിൽ ഹം എന്ന് വെച്ചാൽ ഞാൻ, മേ എന്ന് പറഞ്ഞാലും ഞാൻ എന്ന് പറയുന്നത് കൊണ്ടാണ് ഇത്ര ദുരിതം. ഒടുക്കം കുടൽവള്ളി കൊണ്ട് പഞ്ഞു കടയാനുള്ള വില്ലിൻ്റെ ഞാണുണ്ടാക്കുന്നു. ഞാൻ വലിക്കുമ്പോൾ തുഹു തുഹു എന്ന് പറയുന്നു, അതായത് നീ എന്നർത്ഥം. നീ എന്ന് പറയുമ്പോൾ മോചനമായി, പിന്നെ കഷ്ടപ്പെടേണ്ടതില്ല. ഈശ്വര, അവിടുന്നാണ് കർത്താവ്, ഞാനല്ല, ഇതാണ് ജ്ഞാനം. താണിരുന്നാൽ ഉയർന്നു പോകാം. വേഴാമ്പൽ താഴെ കൂട് കെട്ടുന്നു, പക്ഷേ വളരെയേറെ ഉയർന്നു പറക്കുന്ന പൊങ്ങിയ പ്രദേശത്തെ കൃഷി ചെയ്യാൻ ഒക്കില്ല. താഴ്ന്ന ഇടം വേണം, എന്നാൽ വെള്ളം കിട്ടും, അവിടെ കൃഷി ഇറക്കാം. ഗൃഹസ്ഥന്മാർക്ക് സാധുസംഘം കൊണ്ടുള്ള പ്രയോജനം. ശ്രീരാമകൃഷ്ണദേവൻ. കഷ്ടപ്പെട്ടും സാധുസംഘം നേടണം. വീട്ടിൽ വിഷയവാർത്ത മാത്രം. രോഗം കടന്നുപോയിരിക്കുന്നു. കൂട്ടിലെ കിളി രാമരാമ എന്ന് പറയുന്നു. പറന്നു കാട്ടിലെത്തിയാൽ പിന്നെയും കീ കീ എന്ന് പറയുന്നു. പണമുണ്ടെന്ന് വെച്ച് വലിയ ആളാവുകയില്ല. വലിയ ആളുടെ വീടിൻ്റെ ഒരടയാളം എല്ലാ മുറിയിലും വിളക്കു കാണും എന്നതാണ്. പാവപ്പെട്ടവർക്ക് എണ്ണ ചെലവാക്കാനാവില്ല, അതുകൊണ്ട് അങ്ങനെ വിളക്ക് കൊളുത്താൻ ഏർപ്പാടില്ല. ഈ ശരീരക്ഷേത്രം ഇരുട്ടിലിരിക്കരുത്, അതിനുള്ളിൽ ജ്ഞാനദീപം കൊളുത്തണം. പ്രാർത്ഥനയുടെ അർത്ഥം, ആത്മബോധത്തിൻ്റെ ലക്ഷണം. ശ്രീരാമകൃഷ്ണദേവൻ. സകലർക്കും ജ്ഞാനം സമ്പാദിക്കാൻ കഴിയും. ജീവാത്മാവും പരമാത്മാവും പ്രാർത്ഥിക്കുവിൻ. ആ പരമാത്മാവുമായി സകല ജീവാത്മാക്കൾക്കും ഒന്നിക്കാൻ കഴിയും. എല്ലാ വീട്ടിലും ഗ്യാസ് കൊണ്ടുവരാനുള്ള കുഴൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ഗ്യാസ് കമ്പനിയിൽ നിന്നും ഗ്യാസ് കിട്ടും. അപേക്ഷ കൊടുത്താൽ ഗ്യാസ് ഏർപ്പാട് ചെയ്തു തരും. വീട്ടിൽ വിളക്ക് കത്തും. സിയാൽദായിൽ ആപ്പീസുണ്ട്. എല്ലാവരും ചിരിക്കുന്നു. ചിലർക്ക് ബോധോദയം ഉണ്ടായിട്ടുണ്ട്, എന്നാൽ അവർക്ക് ചില അടയാളങ്ങളുണ്ട്. അവർക്ക് ഈശ്വരകഥയല്ലാതെ മറ്റൊന്നും പറയാൻ ഇഷ്ടമില്ല. സമീപത്ത് സപ്തസാഗരങ്ങളും ഗംഗയും യമുനയും മറ്റു നദികളും നിറയെ വെള്ളമുണ്ടെങ്കിലും വേഴാമ്പൽ മഴവെള്ളത്തിന് വേണ്ടി കേഴുന്നു. ദാഹം കൊണ്ട് നെഞ്ചു പൊട്ടിയാലും വേറെ വെള്ളമൊന്നും കുടിക്കില്ല. ശ്രീരാമകൃഷ്ണ വചനാമൃതത്തിൻ്റെ പ്രത്യേകത തന്നെ
നമ്മുടെ കൺമുമ്പിൽ ദൈനംദിനം നടന്നു പോകുന്നതായ സംഭവങ്ങളിലൂടെ നമ്മളെ ആധ്യാത്മികതയിൽ എത്തിക്കുക എന്നുള്ളതാണ് ശ്രീരാമകൃഷ്ണദേവൻ്റെ ഒരു എന്താ പറയുക, മറ്റ് ഒരാചാര്യരിലും കാണാത്ത ഒരു അപാരമായ കഴിവ്. അതുപോലെ എല്ലാ ആചാര്യന്മാരും ത്യാഗത്തെപ്പറ്റിയും അതുപോലെ സന്യാസ ജീവിതത്തെപ്പറ്റിയും മോക്ഷത്തെപ്പറ്റിയൊക്കെ സംസാരിച്ചപ്പോഴും ഈശ്വരനെ സ്നേഹിക്കാനും ഈശ്വരനെ അനുഭവിക്കാനുമുള്ള ലളിതമായ മാർഗങ്ങളിലൂടെയാണ് ശ്രീരാമകൃഷ്ണൻ നമ്മളെ കൊണ്ടുപോകുന്നത്. അതാണ് വചനാമൃതത്തിൻ്റെ പ്രത്യേകത. ഈ വചനാമൃതം മാസ്റ്റർ മഹാശയൻ നേരത്തെ വിശ്വൻചേട്ടൻ ഇവിടെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണത്. മാസ്റ്റർ മഹാശയൻ ഇത് എഴുതി വെച്ചു. അപ്പം അത് കഴിഞ്ഞിട്ട് ഇത് ചുരുക്കം ചില സമയങ്ങളിൽ പേപ്പറിലൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശ്രീരാമകൃഷ്ണ ശിഷ്യന്മാരെല്ലാവരും കൂടി മാസ്റ്റർ മഹാശയനോട് പറഞ്ഞു ഇതൊരു പുസ്തക രൂപത്തിൽ പബ്ലിഷ് ചെയ്യണമെന്ന്. അദ്ദേഹം അതിന് തയ്യാറായിരുന്നില്ല. ഒടുവിൽ ശാരദാദേവിയാണ് പറയുന്നത്, ഇല്ല, നീ ഇത് പുസ്തക രൂപത്തിൽ പബ്ലിഷ് ചെയ്യണം, അപ്പം ലോകം മുഴുവൻ ഇത് അറിയണം, അതുകൊണ്ട് പബ്ലിഷ് ചെയ്തേ പറ്റുള്ളൂ നിർബന്ധിച്ചതിൻ്റെ പേരിലാണ് മാസ്റ്റർ മഹാശയൻ ഇത് പബ്ലിഷ് ചെയ്ത്. എല്ലാ ഭാഗവും അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ പബ്ലിഷ് ചെയ്തിരുന്നില്ല. അതിനുശേഷവും വേറെ കുറേ ഭാഗങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ പറഞ്ഞത് എല്ലാം തന്നെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അഹം പോകണം എന്ന് പറഞ്ഞു. ഞാൻ എങ്ങനെ പോകും? സത്യം പറഞ്ഞാൽ ഞാൻ പോകുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സന്യാസിമാർക്ക് നമുക്ക് കേൾക്കുമ്പോൾ വളരെ സിമ്പിളാണെന്ന് തോന്നും. പക്ഷേ ഈ ഞാനെന്ന അഹങ്കാരം അത് ഭയങ്കരമാണ്. നമ്മുടെ അടുത്ത വീട്ടിലെ ഉള്ള പെൺകുട്ടിക്ക് ഒരു കല്യാണാലോചന വന്നു. കല്യാണമൊക്കെ ആയിട്ട് ഉറപ്പിക്കുന്ന സമയമാകുമ്പോൾ ആ വീട്ടുകാർ ഇവിടെ വന്ന് പറയുകയാണ്, ഇങ്ങനെ മകൾക്ക് കല്യാണമൊക്കെ ഉറപ്പിക്കുവാണ്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ഉടനെ എന്ത് പറയും? അതെ ഞാനും അറിഞ്ഞു, പക്ഷേ ഞാൻ ഇവിടെ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്നുണ്ട്, അവൾ എൻ്റെ മകളല്ലേ, എൻ്റെയും കൂടി മകളല്ലേ, അവൾക്കൊരു വിവാഹം എന്ന് പറയുമ്പോൾ എനിക്കതിൽ സന്തോഷമല്ലേ. എന്നിട്ട് ഇപ്പോൾ വിവാഹമൊക്കെ ഉറപ്പിക്കാൻ നേരമാണ് നിങ്ങൾ പറയുന്നത്. അവിടെ ഞാനാണ് വർക്ക് ചെയ്യുന്നത്. കാര്യം എന്നോട് പറഞ്ഞില്ല എന്ന പരാതി. ഇനി പറഞ്ഞാൽ എന്തെങ്കിലും സാധിക്കുമോ? ഒന്നും സാധിക്കാൻ പോകുന്നില്ല. എന്നാലും എന്നോട് പറഞ്ഞില്ല എന്ന പരാതി, അവിടെ ഞാനാണ് വർക്ക് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെയാണ്. നമ്മുടെ കുട്ടികളോട്, അല്ലെങ്കിൽ ഭാര്യയാണെങ്കിൽ ഭർത്താവിനോട്, ഭർത്താവാണെങ്കിൽ ഭാര്യയോട്, അച്ഛൻ മകനോട്, അല്ലെങ്കിൽ മകളോട്, മകൾ അച്ഛനോട്, അമ്മയോട് എല്ലാം. അമ്മ എന്തെങ്കിലും പറഞ്ഞു, അപ്പോൾ അത് നമുക്കിഷ്ടമായില്ലെങ്കിൽ അപ്പോൾ നമ്മളതിന് പ്രതികരിക്കുന്നു. അപ്പോഴവിടെ ഈ ഞാനാണ് മുഖ്യം. ആ ഞാനിനെ ഒരു സമവായത്തിലാക്കാൻ നമ്മൾ ശ്രമിക്കാറുമില്ല. ഈ ഞാനില്ലാതാവെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വലിയ ബുദ്ധിമുട്ടാണ്. അതങ്ങോട്ട് സഹിക്കാൻ പറ്റാവുന്ന ഒരു കാര്യമല്ല ഈ ഞാൻ. അതൊന്ന് പോയി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അതിപ്പോൾ എൻ്റെ കാര്യത്തിലായാലും വ്യത്യാസമൊന്നുമില്ല. അവിടെയും ആ ഞാനെന്ന ഭാവം അതിനെ ഒന്ന് താഴ്ന്നു കൊടുക്കാൻ നമ്മൾ തയ്യാറല്ല. എല്ലാം എൻ്റെയാണ്. എൻ്റെ മകൻ, എൻ്റെ മകൾ, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ അമ്മാവൻ, ഇവിടെ എല്ലാം ഈ ഞാനാണ് ഇങ്ങനെ നമ്മളെ കറക്കിക്കൊണ്ടേയിരിക്കുന്നത്. എന്നാൽ ഈ സമൂഹത്തിൽ ജീവിച്ചുകൊണ്ട് ഗൃഹസ്ഥധർമ്മം പാലിച്ചുകൊണ്ട് ഞാനിനെ ഇല്ലാതാക്കാമോ? ഇല്ലാതാക്കാം. അതുകൊണ്ടാണ് ശ്രീരാമകൃഷ്ണൻ പറഞ്ഞത്, നിർബന്ധമായും ബലമായിട്ട് സാധുസംഘം ചെയ്യണം. നമുക്കിന്ന് നമ്മുടെ സമൂഹത്തിൽ, വിശേഷിച്ചും കേരള സമൂഹത്തിൽ ഇല്ലാത്ത ഒരു കാര്യമാണ് ഈ സാധുസംഘം. ആളുകൾക്ക് ഭയം കൂടിയാണ് ആശ്രമത്തിലേക്ക് പോകാൻ. നീ കുട്ടികളെ അങ്ങോട്ട് വിടാൻ അതും ഭയമാണ്. കാരണം എൻ്റെ കുട്ടിയെ കാണും വിട്ട് അവൻ സന്യാസിയായി പോയാലോ. ഞാൻ ചെന്നൈയിൽ ഉണ്ടായിരുന്നപ്പോൾ അവിടെ ആശ്രമത്തിൽ അവിടെ ഒരു കെട്ടിടം പണി നടക്കുന്നുണ്ട്. അതിൻ്റെ സൂപ്പർവൈസറായിട്ട് വന്നിരുന്ന ഒരാൾ, ഖദിർവേൽ എന്നയാളുടെ പേര്. അപ്പം ഇയാളെ കണ്ടപ്പോൾ എനിക്ക് ആൾ മിടുക്കനാണ്, പക്ഷേ കയ്യിലെല്ലാ പരിപാടികളുണ്ട്. അദ്ദേഹം അത്യാവശ്യം മദ്യപിക്കും, പുകവലിക്കും, പിന്നെ ഡെയിലി സിനിമയ്ക്ക് പോയി, ഇങ്ങനെ എല്ലാ പരിപാടികളും ഉണ്ട്. ഇതൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നിയത് നമുക്ക് അവിടെ ഒരു സിവിൽ സൂപ്പർവൈസർ പോസ്റ്റുണ്ട്, അതിൽ ഇയാളെ വെക്കാമെന്ന്. അങ്ങനെ ഞാൻ ഇയാളോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ അതിന്
താല്പര്യം കാണിച്ചില്ല, വേണ്ട എന്ന് പറഞ്ഞു. അപ്പം ശമ്പളവും കുറവാണ്, അവിടെ കിട്ടിക്കൊണ്ടിരുന്നതിനേക്കാൾ കുറവ് ശമ്പളമാണ്. പക്ഷേ ആ കോൺട്രാക്ടർ ഈ കതിർവേലിനോട് പറഞ്ഞു, എടാ നീ ആശ്രമത്തിൽ പോയി ജോയിൻ ചെയ്യും. ഇല്ല, ഞാൻ പോകുന്നില്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടോ. പറഞ്ഞു, അങ്ങനൊന്നും അല്ല, നിനക്കറിയില്ല, അത് കുട്ടികൾ താമസിക്കുന്ന ഒരു ഹോസ്റ്റൽ ബിൽഡിംഗ് അല്ല, അതൊരു ക്ഷേത്രമാണ്. അവിടെ ആ ഓരോ കുട്ടികളും ഓരോ ഭഗവാനാണ്. എൻ്റെ കോൺട്രാക്ടർ, നിനക്കറിയാമല്ലോ ഞാൻ സാധാരണ ചെറിയ വർക്കൊന്നും എടുക്കാറില്ല, പക്ഷെ ആശ്രമത്തിൻ്റെ വർക്ക് എത്ര ചെറുതാണെങ്കിലും ഞാനത് കളയാറില്ല. അതൊരു വലിയ പുണ്യപ്രവൃത്തിയാണ്, നമ്മളെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് നീ അവിടെ ആശ്രമത്തിൽ പോയി ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ എന്നിട്ട് ഒരു കണ്ടീഷൻ വെച്ചു, ഒരു 3 മാസം നീ ശ്രമിച്ചു നോക്ക്, നിനക്ക് പറ്റുന്നില്ല എങ്കിൽ നീ തിരിച്ച് ഇങ്ങ് പോരെ, നിന്നെ ഇതേ ശമ്പളത്തിൽ ഞാനിവിടെ എടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ പുള്ളി അവിടെ വന്നു, എന്തായാലും ജോയിൻ ചെയ്തു. പക്ഷേ ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്ക് തന്നെ തോന്നി ഇത് കുഴപ്പമില്ല. കാരണം പുള്ളിക്കൊരു റൊട്ടീൻ ലൈഫ് വരാൻ തുടങ്ങി. ആ ഒരു കുത്തഴിഞ്ഞ ജീവിതം എന്നുള്ളത് മാറി. രാവിലെ 5 മണിക്ക് കുട്ടികളൊക്കെ എഴുന്നേൽക്കുമ്പോൾ അത് എഴുന്നേൽക്കും, കുറച്ച് നേരം ഷട്ടിൽ കളിക്കും. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് അവിടെ കുട്ടികളെല്ലാം പ്രയർ ഹാളിൽ പോയിരിക്കുമ്പോൾ ഒരാഴ്ച ആയപ്പോൾ പുള്ളിക്കും തോന്നി വെറുതെ മുറിയിലിരുന്നിട്ട് എന്താ കാര്യം, പ്രയർ ഹാളിൽ പോയിരിക്കും. പിന്നെ കാപ്പി കുടിക്കാൻ പോയി. അങ്ങനെ ഓരോന്നായിട്ട് മാറി. തൻ്റെ മദ്യപാന ശീലം മാറി, സിനിമയ്ക്ക് പോകുന്ന രീതി മാറി, പുകവലിക്കുന്ന രീതി മാറി. എന്തിന്, തുണി പോലും അതിനു മുൻപ് ആൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ തുണിയെല്ലാം കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അത് ഒരു സഞ്ചിക്കകത്താക്കി അവിടെ വെച്ചേക്കും. അപ്പോൾ വീട്ടിൽ പോകും, മാസത്തിൽ 2 പ്രാവശ്യം വീട്ടിൽ പോകും. അപ്പോൾ ഈ തുണിയെല്ലാം കൂടെ വീട്ടിൽ കൊണ്ടിടും. അപ്പോൾ വീട്ടിലുള്ളവർ വേണം ഇതൊക്കെ അലക്കി മടക്കി കൊടുക്കാൻ, പുള്ളി സ്വയം ചെയ്യില്ല. അപ്പോൾ ഇതിനിടയ്ക്ക് പുള്ളിയുടെ വീട്ടിൽ നിന്നും പുള്ളിക്ക് നിർബന്ധം ഉണ്ടായി, നീ ആശ്രമത്തിൽ നിൽക്കണ്ട, അവിടെ നിന്ന് കഴിഞ്ഞാൽ നീ സ്വാമിയായിട്ട് പോകും. അവിടെ നിന്ന് കഴിഞ്ഞാൽ സന്യാസിയാവാതുകൊണ്ട് പോകണ്ടെന്ന് പറഞ്ഞു. വളരെ നിർബന്ധിച്ചു, പോകരുതെന്ന് പറഞ്ഞിട്ട്. പക്ഷേ എന്തായാലും 3 മാസമാണല്ലോ എന്ന് പറഞ്ഞാൽ നിന്നെ. 3 മാസം 6 മാസമായി, 1 കൊല്ലമായി. അപ്പോൾ ഇതിനിടയിൽ ഇയാളിൽ ഒരുപാട് വ്യത്യാസം വന്നു. ഈ പുള്ളി വീട്ടിൽ ചെല്ലുന്നു എന്ന് അറിഞ്ഞാൽ തലേ ദിവസം ഇവിടുത്തെ ഫോൺ ചെയ്ത് പറയും ഞാൻ വരുന്നുണ്ട് എന്ന്. അതിന് മുമ്പ് അങ്ങനെ പറയുന്ന ഒരു രീതിയില്ല. ഞാൻ നാളെ രാവിലെ എത്തും, ഇന്ന് വണ്ടി കയറുവാണ് രാത്രിയിലെന്ന് പറയും. എന്നിട്ട് അടുത്ത ദിവസം രാവിലെ ചെല്ലുമ്പോഴേക്കും വീട്ടിൽ അമ്മയ്ക്കും സഹോദരിക്കും ഒക്കെ ആകെ വെപ്രാളമാണ്, പേടിയാണ്. എന്താ കാര്യം എന്നാൽ പുള്ളി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഈ വീട്ടിൽ എന്തെങ്കിലും അലങ്കോലപ്പെട്ട് കിടക്കുക, വാഷ് ചെയ്ത് അലക്കാതുള്ള തുണി കിടക്കുക, അല്ലെങ്കിൽ പാത്രങ്ങൾ അലങ്കോലപ്പെട്ട് കിടക്കുക, ഇതൊക്കെ കണ്ടാൽ പുള്ളിക്ക് ദേഷ്യമാണ്. പുള്ളി കിടന്ന് ഒച്ച എടുക്കാൻ തുടങ്ങും. എന്നിട്ട് പുള്ളി തന്നെ ഇതൊക്കെ വാരിക്കൊണ്ടുപോയി കഴുകും. അമ്മയുടെ ആയാലും സഹോദരിയുടെ ആയാലും തുണിയൊക്കെ കൊണ്ടുപോയി വാഷ് ചെയ്തിടുക. അതുപോലെ അടുക്കളയിലായാലും പാത്രങ്ങളൊക്കെ അടുക്കിയൊക്കെ വെച്ച് ഒരു ഡിസിപ്ലിൻ ലൈഫായി. വീട്ടിലുള്ളവർക്ക് ഭയങ്കര ആവശ്യം, ഇതെന്താണ് ഇങ്ങനൊരു മാറ്റം. ഇതിലൊക്കെ ഉപരിയായ ഒരു വലിയ മാറ്റം അവർ കണ്ടത്. അതിന് മുൻപൊക്കെ ഇയാൾ അവിടെ ചെന്ന് കഴിയുമ്പോഴേ ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ആരുടെയെങ്കിലും കയ്യിൽ ബാഗ് കൊടുത്തിട്ട് പറയും വീട്ടിൽ കൊടുത്തേരേന്ന്. ഇടയിൽ പുള്ളി വീട്ടിൽ ചെല്ലാൻ വൈകുന്നേരമാവും, കൂട്ടുകാരുമായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കും. വൈകുന്നേരം വീട്ടിൽ ചെന്നാലും ആഹാരമൊക്കെ കഴിച്ചിട്ട് കൂട്ടുകാരും കൂടെ ഇരുന്നു കൊണ്ട് ഇയാളുടെ മുറിക്കകത്തിരുന്ന് ചീട്ട് കളി, പിന്നെ ഈ പറയുന്ന പോലെ പുകവലിക്കുകയും ചെയ്യും. ഇപ്പോൾ ആളാകെ മാറി. ഒരു കൂട്ടുകാരനും വീട്ടിനകത്തേക്ക് കയറ്റിയല്ല. ആരെങ്കിലും വന്ന് വിളിച്ചാൽ പുള്ളി നേരെ ഗേറ്റിലേക്ക് ചെല്ലും, അവിടെ നിന്ന് വർത്തമാനം പറയും. കുറച്ചു നേരം വർത്തമാനം പറഞ്ഞു പോയി. അപ്പം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നേരെ വീട്ടിൽ ചെല്ലും, കുളിച്ചു, പിന്നെ കാപ്പി കുടിച്ചു, പിന്നെ അവിടുത്തെ കാര്യങ്ങൾ, തോട്ടത്തിൽ എന്തെങ്കിലും ജോലിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യും. വൈകുന്നേരം മാത്രമായിരിക്കും ഒന്ന് പുറത്ത് പോവുക. അത് പോയാൽ 1/2 മണിക്കൂറിന് ആൾ തിരിച്ചു വരും. ഒരു കൂട്ടുകാരനായിട്ട് ഒരു 10-15 പേരുണ്ടായിരുന്നതിൽ ഒരാളിനെ പോലും വീട്ടിനകത്ത് കയറ്റിയിരുത്തി വർത്തമാനം പറയുന്ന പരിപാടിയില്ല. എന്നാൽ എല്ലാവരോടും നല്ല ബന്ധമാണ്. പുള്ളി വന്നു ആരെങ്കിലും ഒരാളെ കണ്ടില്ലെങ്കിൽ തിരിച്ചു പോകുന്നതിന് മുമ്പായിട്ട് പോയി ആ കൂട്ടുകാരനെ കാണും, സംസാരിക്കും. പക്ഷെ അവരുടെ വീട്ടിലും പുള്ളി പോകാറില്ല, പുറമേ നിന്നുള്ള വർത്തമാനമൊക്കെ ഉള്ളൂ. ഇത് മാത്രമല്ല, ഏതാണ്ട് ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോഴാണ് 2ാമത്തെ സഹോദരിയുടെ വിവാഹം വരുന്നത്. അപ്പോൾ ഈ കല്യാണത്തിനും ഒരു 5-6 ദിവസം മുമ്പ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഈ അച്ഛൻ്റെ കയ്യിൽ
ഒരു പൊതി കൊണ്ട് ഒരു കവർ കൊടുത്തിട്ട് പറഞ്ഞു, അച്ഛൻ എന്തായാലും പൈസയൊക്കെ ആവശ്യം ഉണ്ടാവുമല്ലോ, എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇതുകൊണ്ട് കൊടുത്തു. ഈ ആൾ തന്നെ പറയാണ്, എൻ്റെ അച്ഛൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വീഴുന്നത് ഞാൻ കണ്ടു. കാരണം മൂത്ത സഹോദരിയുടെ വിവാഹ സമയത്ത് ഇതുപോലെ ജോലി ഉണ്ടായിരുന്നു. പക്ഷേ കല്യാണമെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരാൻ നേരം അച്ഛനോട് പറഞ്ഞു, എനിക്ക് തിരിച്ചു പോകാൻ വണ്ടി കൂലി വേണം. ആ സ്ഥാനത്താണ് ഇന്ന് രണ്ടാമത്തെ സഹോദരിയുടെ കല്യാണ സമയത്ത് പണമായിട്ട് കൊണ്ടു കൊടുക്കുക. അത് 1.5 വർഷം മാത്രമേ ജോലി ചെയ്തിട്ടുള്ളൂ. അവിടെ കിട്ടിയിരുന്നതിനേക്കാളും 1500 രൂപയോളം കുറവ് ശമ്പളത്തിലാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. എന്നിട്ട് ഇത്രയൊക്കെ മിച്ചം പിടിച്ച് കൊണ്ടു കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ അച്ഛന് വലിയ അതിശയമായി. അപ്പം അത് കഴിഞ്ഞപ്പോൾ അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, ആശ്രമത്തിലെ കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പം ഇതൊക്കെ പറയും. അങ്ങനെ അവർ തന്നെ അവിടെ അടുത്തുള്ള വീടുകളിലൊക്കെ പറയും, കുട്ടികളെ ഇതുപോലെ അവിടെ കൊണ്ടാക്കാൻ നോക്ക്, അവിടെ അഡ്മിഷൻ കിട്ടുമെന്ന് നോക്ക്. ഇയാളും പറഞ്ഞിട്ടുണ്ട്, പലർക്കും ആപ്ലിക്കേഷൻ ഫോമൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആരും ആപ്ലിക്കേഷനും അയച്ചില്ല. ആശ്രമത്തിൽ ചേരാൻ അവിടെ ആശ്രമത്തിൻ്റെ സ്കൂളിൽ ചേരാൻ ആരും താല്പര്യവും കാണിച്ചില്ല. കാര്യം എല്ലാവർക്കും പേടിയാണ് അങ്ങോട്ട് പോവുക. അപ്പോൾ നമ്മളുടെയൊക്കെ അവസ്ഥ ഇങ്ങനെയാണ്. ഇവിടെ ഈ കഴിഞ്ഞ 18-ാം തീയതി ആറന്മുള വെച്ചിട്ട് ധർമ്മ സന്ദേശ യാത്ര എന്ന് പറഞ്ഞ് കേരളത്തിൽ ആദ്യമായിട്ട് സന്യാസിമാർ മാത്രമായിട്ട് നടത്തിയ ഒരു യാത്രയായിരുന്നു അത്, ധർമ്മ സന്ദേശ യാത്ര. സന്യാസിമാർക്ക് മാത്രമാണ് അതിൽ റോള്. സ്വാഗതവും നന്ദി പ്രകടനവും എല്ലാം സ്വാമിമാരാണ്. ഗൃഹസ്ഥന്മാരായിട്ട് ആരുമില്ല. ആ കൂടെ സാന്നിധ്യം എന്ന് പറഞ്ഞ ഒരാളിനെ സ്റ്റേജിലിരുത്തി എന്നല്ലാതെ അദ്ദേഹം ഒന്നും പ്രസംഗിച്ചിട്ടില്ല. പക്ഷേ അവിടെ ആറന്മുള നടന്ന ഒരു സംഭവം, ആറന്മുളയല്ല കോഴഞ്ചേരിയിൽ നടന്ന ഒരു സംഭവം എന്താണെന്നാൽ, ഈ കഴിഞ്ഞ 10-14 ദിവസമായിട്ട് ഇത്രയും സ്വാമിമാർ ആശ്രമമെല്ലാം വിട്ട് അവരുടെ കാര്യങ്ങളെല്ലാം മുടക്ക് വരുത്തിയിട്ട് ഈ സന്ദേശയാത്രയ്ക്ക് വേണ്ടി ഇതോടൊപ്പം യാത്ര ചെയ്യുകയാണ്. അതിൽ വരുന്ന സ്വാമിമാർക്കെല്ലാം ഒന്നും റോളൊന്നുമില്ല. പ്രഭാഷണത്തിനോ പ്രസംഗത്തിനോ ഒക്കെ ആകെ 2-3 സ്വാമിമാരേ ഉള്ളൂ. അതും വളരെ കുറച്ച് സമയം, 1/2 മണിക്കൂർ 1 മണിക്കൂർ. മീറ്റിംഗ് എന്ന് പറയുന്ന മൊത്തത്തിൽ ഒരു 2.5 മണിക്കൂർ മുതൽ 3 മണിക്കൂർ വരെ ഉള്ളൂ. പക്ഷേ അവിടെ വന്നിരുന്ന ഓഡിയൻസായിട്ട് വന്നിരുന്നവരിൽ ഏതാണ്ട് 50% ആളുകൾ മീറ്റിംഗ് തുടങ്ങി, അതായത് നാരായണീയ പാരായണം ഉണ്ടായിരുന്നു, അത് തീർന്നു, മീറ്റിംഗ് തുടങ്ങി, സ്വാഗത പ്രഭാഷണം കഴിഞ്ഞു. ഞാനായിരുന്നു ഇവിടെ അധ്യക്ഷ പ്രഭാഷണം. എൻ്റെ പ്രഭാഷണം പിന്നെ ഒരു 6-7 മിനിറ്റ് ഞാൻ സംസാരിച്ചുള്ളൂ. അത് കഴിഞ്ഞ് വന്നിരുന്നു. പിന്നെ മറ്റൊരു സ്വാമി എഴുന്നേറ്റു. ആ ഇരുന്നതിൽ പകുതിയോളം ജനങ്ങൾ അങ്ങനെ തന്നെ എഴുന്നേറ്റങ്ങ് പോയി. എന്നാലോചിച്ച് നോക്കണം. 1500-2000 പേര് ഇരുന്നതിൽ പകുതി പേര് നേരെ 1000 പേര് എഴുന്നേറ്റങ്ങ് പോയി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പം അവിടെ സത്സ്വരൂപാൻ സ്വാമി എഴുന്നേറ്റ് പറഞ്ഞു, ഇങ്ങനെ പോകുന്നത് ശരിയല്ല. മാത്രമല്ല സന്യാസിമാർ വേദിയിലിരിക്കുമ്പം അങ്ങനെ എഴുന്നേറ്റ് പോകാന്ന് പറയുന്ന അവരോടുള്ള ഒരു ബഹുമാനക്കുറവാണ്. അതൊരു എന്താ പറയുക, ബഹുമാനമില്ലായ്മയായിട്ടേ കാണാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് അങ്ങനെ പോരുന്നൊക്കെ പറഞ്ഞപ്പോൾ കുറച്ച് പേര് അവിടെ ഇരുന്നെങ്കിലും ആ പ്രഭാഷണം കഴിഞ്ഞപ്പോൾ അവർ എഴുന്നേറ്റ് പോയി. അപ്പോൾ ഈ 2 ആഴ്ച കാലത്തോളം സ്വാമിമാർ അവരുടെ ദിനചര്യകളും മറ്റു കാര്യങ്ങളും എല്ലാം വിട്ട് കിട്ടുന്ന സാഹചര്യത്തിൽ കിടന്നുറങ്ങിയും കിട്ടിയ ആഹാരം കഴിച്ചും അവരുടെ എല്ലാ റൊട്ടീനും, ഇപ്പം പലരും പലതരത്തിലുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവരായിരിക്കാം, പല ആഹാരമൊക്കെ വേണ്ടവരാണ്, അതെല്ലാം ഉപേക്ഷിച്ച് ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചപ്പോഴേ അതിന് വേണ്ടിയിട്ട് ഏതാണ്ട് 14-15 ദിവസം അവർ മാറ്റി വെച്ചപ്പോഴേ നമുക്ക് ഒരു 3 മണിക്കൂർ മാറ്റി വയ്ക്കാൻ സാധിക്കുന്നില്ല. നോക്കുക, 15 ദിവസം അവർ മാറ്റി വെച്ചപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്ന 3 മണിക്കൂർ സമയമാണ്. ആ 3 മണിക്കൂർ നമുക്ക് തിരക്കാം. അത് എല്ലാ ദിവസവും 3 മണിക്കൂറുണ്ടോ? ഇല്ല. എല്ലാ മാസവും ഉണ്ടോ? ഇല്ല. എത്രയോ വർഷങ്ങൾ കൂടിയിട്ട് സന്യാസിമാരുടെ ഒരു യാത്ര നടന്നു. അപ്പം 3 മണിക്കൂർ നമുക്കിരിക്കാൻ സാധിക്കുന്നില്ല. നമ്മളുടെ ജീവിതത്തിൽ അത്ര കണ്ട് നമ്മൾ തിരക്കിലാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പം നമ്മൾ ഈ അടുത്ത കാലത്ത് കേൾക്കുന്ന വിഷയങ്ങളൊക്കെ
ഞാൻ കൽക്കട്ടയിലുണ്ടായിരുന്നപ്പോഴാണ് എന്നോട് ഇവിടെ അങ്കമാലിയുള്ള ഒരാൾ വിളിച്ച് പറഞ്ഞത് ശബരിമല ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങളും സ്വർണം നഷ്ടപ്പെട്ട കഥയും ഒക്കെ. ഇപ്പം എല്ലാം കേട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ് ഒരു കള്ളൻ നാട് മുഴുവൻ കട്ട്, എന്നിട്ട് ആ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എല്ലാം കൂടെ കൊണ്ടുപോയി അയ്യപ്പ സ്വാമിക്ക് കൊടുത്തു. എന്നിട്ടോ അവിടെ ഉണ്ടായിരുന്ന കള്ളന്മാരോ കൂടെ അതും ഓട്ടിച്ച് അതും കൊണ്ട് അവരും പോയി. ഇതിൽ അയ്യപ്പൻ എന്ത് റോള്? കൊണ്ടുപോയാലെന്താ, കിട്ടിയാലെന്താ? ഞാൻ ചെയ്ത പാപമെല്ലാം തീരെന്ന് പറഞ്ഞ് ലോകം മുഴുവൻ മദ്യം വിറ്റ് കട്ടും ഓട്ടിച്ചും സർക്കാരിനെ വെട്ടിച്ചും ഉണ്ടാക്കിയ പണം അത് പാപകർമ്മമാണെന്ന് വിചാരിച്ച് അതിൽ നിന്ന് മോക്ഷം കിട്ടും, അല്ലെങ്കിൽ ഇനിയും കൂടുതൽ പണം ഉണ്ടാവും എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഈ സ്വർണം കൊണ്ടുപോയി ശബരിമല കൊടുത്ത് അയ്യപ്പ സ്വാമിക്ക് കൊടുത്തത്. അയ്യപ്പ സ്വാമിക്ക് കൊടുത്ത സ്വർണവും വേണ്ട, എടുത്തോണ്ട് പോയ സ്വർണവും വേണ്ട. അപ്പം പലരും ആക്ഷേപിക്കാറുണ്ട്, വിശേഷിച്ച് യുക്തിവാദികൾ, നിരീശ്വരവാദികളായിട്ടുള്ളവരൊക്കെ ആക്ഷേപിക്കുക, സ്വർണം പോലും കാത്തു സൂക്ഷിക്കാൻ കഴിവില്ലാത്ത അയ്യപ്പനാണോ നിങ്ങളുടെ ദൈവം എന്ന്. അതേ, ഈ സ്വർണം അയ്യപ്പൻ എന്ത് ചെയ്യും? നമ്മളെന്ത് ചെയ്യും? നമുക്ക് സ്വർണം വേണ്ടെന്നോ വാങ്ങരുതെന്നോ അത് അണിയരുതെന്നോ ഉള്ള അഭിപ്രായത്തിലല്ല ഞാൻ പറയുന്നത്. പക്ഷെ ആത്യന്തികമായി ഈ സ്വർണം കൊണ്ട് നമുക്ക് എന്ത് പ്രയോജനം? പട്ടണത്താരുടെ കഥയില്ലേ പറയില്ലേ, കുണ്ടില്ല ഊസി കൂടി കാതില്ല ഊസി കൂടി വാരാത് കടശി വരെ. അവസാനം മരിച്ചു പോകുന്ന സമയത്ത് കാതില്ല ഊസി കൂടെ. കാതില്ലാത്ത ഊസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഴയില്ലാത്ത നൂല് കടത്താൻ ദ്വാരമില്ലാത്ത സൂചിയില്ലേ, ആ സൂചി, ആ ഒരു പ്രയോജനമില്ലാത്ത സൂചി പോലും നമ്മുടെ കൂടെ എടുത്തുകൊണ്ട് പോകാൻ നമുക്ക് സാധിക്കില്ല. പട്ടണത്താർ എത്ര വലിയ ധനികനായിരുന്നു. ഇന്ന് ടാറ്റയും ബിർളയും പോലും പട്ടണത്താരുടെ ഏഴയിലെത്തില്ല. കാരണം അന്നത്തെ കാലത്ത് പണക്കാരനെന്ന് പറയണമെങ്കിൽ അവർ നവകോടിക്ക് അധിപതിയായിരിക്കണം. നവകോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവരത്നങ്ങളുണ്ട്, നവരത്നങ്ങൾ 9 രത്നങ്ങൾ. ഇതിൽ ഓരോ രത്നവും ഓരോ കോടി സൂക്ഷിക്കണം. ഒന്ന് ആലോചിച്ചൊക്കെ, ഇന്ന് ഈ രത്നങ്ങളിൽ പലതും ഒരെണ്ണം പോലും വാങ്ങാൻ ഒരു ടാറ്റയ്ക്കോ ബിർളയ്ക്കോ സാധിക്കില്ല. അത്ര കണ്ടു വില കൂടിയ സാധനമാണ് അത്. 1 കോടി ഈ രത്നങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ 9 രത്നങ്ങൾ ഓരോ കോടി വീതം സൂക്ഷിച്ചാലാണ് അവൻ നവകോടിക്ക് അധിപതിയാകുന്നത്. ഈ നവകോടിക്ക് അധിപതിയായാലേ അവനെ ധനികനെന്ന് പറയാൻ പറ്റുള്ളൂ. ശാരദാദേവി കാശിയിൽ വെച്ചിട്ട് അത്ഭുതാനന്ദ സ്വാമിയോട് പറയുന്നുണ്ട്. അത്ഭുതാനന്ദ സ്വാമി ശാരദാദേവിയോട് പരാതി പറയും, അമ്മേ, സാമ്പത്തികമുള്ളവർ, പൈസ കൊടുത്ത് മരുന്ന് വാങ്ങാൻ കഴിവുള്ളവരും ഈ ദാനം ഫ്രീ ആയിട്ട് കൊടുക്കുന്ന മരുന്ന് വാങ്ങുന്ന ക്യൂവിലാണ് വരുന്നതെന്ന്, അത് ഫ്രീ ആയിട്ട് വാങ്ങിക്കൊണ്ട് പോകാൻ. അപ്പം അമ്മ പറഞ്ഞ മറുപടി, മകനെ, ഒരാൾ ധനികനാണോ ദരിദ്രനാണോ എന്ന് അയാളാണ് തീരുമാനിക്കുന്നത്, നമ്മളല്ല. ഞാൻ ധനികനാണോ ദരിദ്രനാണോ എന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്, മറ്റൊരാളല്ല. എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്രയും സ്വത്ത് മതി, ഞാൻ സമ്പാദിച്ച സ്വത്തിൽ സംതൃപ്തനായവൻ ധനികൻ. ഇനിയും വേണം എന്നാഗ്രഹിക്കുന്നവൻ ദരിദ്രൻ. ഒരു ഭിക്ഷക്കാരൻ ഭിക്ഷ എടുത്ത് നടക്കുന്നുണ്ടെങ്കിൽ ഒരാൾ പറഞ്ഞു, എടോ, താനിങ്ങനെ നാടുകൾ നടന്ന് ഭിക്ഷ എടുത്തിട്ട് എന്ത് ചെയ്യാനാ? പോയി അക്ബർ ചക്രവർത്തിയെ കാണും, തനിക്ക് ഇഷ്ടം പോലെ സ്വത്ത് തരും, ഇഷ്ടം പോലെ പണം കിട്ടും, ജീവിതകാലം മുഴുവൻ ജീവിക്കാം, പോയി ചോദിക്കാൻ പറഞ്ഞു. ഓരോ ദിവസം രാവിലെ ഈ ഭിക്ഷക്കാരൻ വെച്ച് പിടിച്ചു അക്ബറിൻ്റെ പാലസിലേക്ക്. അവിടെ ചെന്ന് കാവൽക്കാരനെ കണ്ടിട്ട് പറഞ്ഞു, ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശരി, അകത്ത് പൊക്കോളാൻ പറഞ്ഞു. പോയി അവിടെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞ് അക്ബർ ചക്രവർത്തി നിസ്കരിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ആ നിസ്കരിക്കുന്നതിൻ്റെ പുറത്ത് അവിടെ ഇങ്ങനെ നിന്നു. അപ്പോൾ അക്ബർ ചക്രവർത്തി നിസ്കരിക്കുന്നുണ്ട്, ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് ഒരുപാട് സ്വത്ത് തരണം, നല്ല ആരോഗ്യം തരണം, ഭാര്യമാർ സുഖമായിരിക്കണം, കുട്ടികളൊക്കെ നല്ല മിടുക്കരാവണം, ഇങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ അങ്ങ് നിരത്തി. നിസ്കാരം എല്ലാം കഴിഞ്ഞ് പുറത്ത് വന്നപ്പോൾ ഈ ഭിക്ഷക്കാരങ്ങ് ദൂരേക്ക് പോകുന്നതാണ് കണ്ടത്. അപ്പോൾ കൈകൊട്ടി ചോദിച്ച്, നിങ്ങൾ എന്തിനാ വന്നത്? ഞാനിങ്ങനെ ഒരു സഹായം ചോദിക്കാൻ വന്നതാ. എന്നിട്ട് എന്തേ ചോദിക്കാതെ മടങ്ങിപ്പോയത്? അല്ല, പിച്ചക്കാരനോട് പിച്ച എടുക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ച് ഞാനങ്ങ് പോയി. പിച്ചക്കാരനോടോ? ഞാൻ പിച്ചക്കാരനാണോ? പിന്നെ അല്ലാതെ. നിങ്ങൾ ദൈവത്തോട് ചോദിക്കുന്നത് ഈ ഭൗതികമായ സാധനങ്ങളൊക്കെയാണ്. ഇതേ എനിക്ക് നിങ്ങൾ ദൈവത്തോട് ചോദിച്ചു വാങ്ങണമെങ്കിൽ പിന്നെ ഞാൻ നേരിട്ട് ചോദിച്ചു വാങ്ങരുത്, അതിന് നിങ്ങളുടെ മധ്യസ്ഥത വേണോ? അത് വേണ്ടല്ലോ. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തായാലും എനിക്ക് ഭിക്ഷ വേണ്ട എന്ന് പറഞ്ഞ് പോയ ഭിക്ഷക്കാരൻ്റെ കഥയുണ്ട്.
അപ്പം അതുപോലെയാണ് നമ്മുടെ സമൂഹവും. നമ്മൾ പറയുന്ന റിലയൻസോ അല്ലെങ്കിൽ അദാനിയോ അവരൊക്കെയുള്ളവർ, അവരൊക്കെ ധനികരാണോ? അല്ല. അവർ ധനികരാണ് എങ്കിൽ അതിൽ സംതൃപ്തരാവണമായിരുന്നു. ഇല്ല, ഇനിയും കൂട്ടണം, ഇനിയും ലാഭം കൂടുതൽ വേണം എന്ന് പറയുമ്പോൾ അവർ ദരിദ്രരാണ്, സംതൃപ്തരായിട്ടില്ല. നമുക്കിവിടെ തിരിച്ചു വരുമ്പോഴേ ഇവിടെ വചനാമൃതത്തിൽ പറഞ്ഞു, ഇതാണ് മനസ്സാണ്. കർത്താവാച സംഘക്കാർ മന്ത്രദീക്ഷ കൊടുക്കുമ്പോൾ പറയും, ഇനി മനം പോലെ മംഗല്യം. മംഗല്യം എന്ന് പറഞ്ഞാൽ വിവാഹം എന്നല്ല, മംഗളകർമ്മം എന്നാണ് അർത്ഥം. ഇനി നിന്റെ മംഗല്യം, നിന്റെ മംഗളം, നിന്റെ നന്മ നിന്റെ മനസ്സ് പോലെയാകട്ടെ. അപ്പോൾ ഇത് പറയുമ്പോഴേ എനിക്ക് ഓർമ്മ വരുന്ന ഒരു സംഭവം ഞാൻ മുമ്പ് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇന്നലെ കറുകച്ചിൽ പോയപ്പോൾ അവിടെ ഞാൻ ഈ സംഭവം പറയുണ്ടായി. രാമകൃഷ്ണ മിഷൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ട് ഇന്ന് ജീവിച്ചിരിക്കുന്ന മലയാളിയായ ഒരു സ്വാമിജിയുണ്ട്, ഭജനാനന്ദ സ്വാമി. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരനിൽ നിന്ന് ഞാൻ കേട്ട കഥയാണ് നിങ്ങളോട് പറയുന്നത്. അവർ ജ്യേഷ്ഠാനിയന്മാർ 2 പേരായിരുന്നു. അച്ഛൻ ഒരു നിരീശ്വരവാദി, യുക്തിവാദിയല്ല, നിരീശ്വരവാദി. യുക്തിവാദിക്കും നിരീശ്വരവാദിക്കും വ്യത്യാസമുണ്ട്. യുക്തിവാദി ഒരിക്കലും നിരീശ്വരവാദിയല്ല. യുക്തിവാദി യുക്തമായതിനെ അംഗീകരിക്കുന്നയാളാണ്. ഈശ്വരനുണ്ട് എന്ന് തെളിവ് കൊടുത്താൽ അംഗീകരിക്കും. കഴിഞ്ഞ ദിവസം ഒരു തമാശയായിട്ടൊരു കാർട്ടൂൺ പോലെ കണ്ടു. ഒരു പയ്യൻ ക്ലാസ്സിലിരുന്ന് പറയാം, എന്നെ ദൈവം നോക്കിക്കൊള്ളുന്നു. അപ്പോൾ അടുത്തിരുന്നു ചോദിച്ചു, നീ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ഇല്ല. അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ല. കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല, അനുഭവിച്ചുകൊണ്ടില്ലാത്ത വസ്തു അത് ദൈവമാണെന്ന് നീ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? അപ്പോൾ ആ പയ്യൻ തിരിച്ചു ചോദിക്കുക, നിനക്ക് ബുദ്ധിയുണ്ടോ? ഉണ്ട്. നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. തൊട്ട് നോക്കിയിട്ടുണ്ടോ? ഇല്ല. കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇതൊന്നും ഇല്ലാത്ത നീ ബുദ്ധിയില്ലാത്തവനല്ലേ? കാര്യം ബുദ്ധി ഉണ്ട് എന്ന് പറയുമ്പോഴും അതിന് നേരിട്ട് അനുഭവം ഇല്ല എങ്കിൽ, അതില്ല എന്നാണ് സിദ്ധാന്തമെങ്കിൽ നിനക്ക് ബുദ്ധിയില്ല എന്ന് പറഞ്ഞു. അപ്പം എന്നതുപോലെ ഈ നിരീശ്വരവാദികൾ എന്ത് തെളിവ് കൊടുത്താലും എന്ത് ചെയ്താലും ഈശ്വരനില്ല. പക്ഷെ അവർക്ക് വേറൊരു കാര്യമുണ്ട്, യു ആർ ദ ക്രിയേറ്റർ ഓഫ് യുവർ ഓൺ ഡെസ്റ്റിനി. അവരിൽ ഒരു കോൺഫിഡൻസ് ഉണ്ട്, എനിക്കിത് ചെയ്യാൻ സാധിക്കും, ഞാനാണിത് ചെയ്യുന്നത്. വിവേകാനന്ദ സ്വാമി ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, എവിടെയോ ഇരിക്കുന്ന ഒരു ദൈവമാണ് എല്ലാ ദിവസവും കുറേ പണം കൊണ്ടുവന്ന് എൻ്റെ തലയ്ക്ക് വെച്ചിട്ട് പോകും, അതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നതെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ദൈവം ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. മറ്റൊരിടത്ത് സ്വാമിജി വീണ്ടും പറയുന്നുണ്ട്, ഞാൻ വ്യവസായത്തിലോ മറ്റ് ബിസിനസ്സിലോ വിജയിച്ചു എങ്കിൽ അതെനിക്ക് ദൈവം തന്നതാണ് എന്നല്ല, അതെൻ്റെ കഴിവ് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. ദൈവം, ഈശ്വരൻ എന്ന സങ്കല്പം അത് അനുഭവിക്കാനുള്ളതാണ്, അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതാണ്, നമുക്കതിലേക്ക് എത്തിച്ചേരാനുള്ളതാണ്. അല്ലാതെ ദൈവം ഇവിടെ വന്ന് നമുക്കൊന്നും തരുന്നില്ല എന്ന് അങ്ങനെ വിശ്വസിക്കുന്നുവെങ്കിൽ അവരുടെ പേര് ദൈവവിശ്വാസി എന്നാണ്. ദൈവം തന്നതാണ് എന്ന് വിശ്വസിക്കുന്നവർ ദൈവവിശ്വാസിയാണ്. അങ്ങനെ ദൈവം തന്നതാണെന്ന് അഭിമാനിക്കുമ്പോഴും നഷ്ടം വരുമ്പോൾ അയ്യോ ദൈവം എനിക്ക് തന്നില്ലല്ലോ എന്നാണ് പറയുക, അല്ലാതെ ദൈവം തന്നത് തിരിച്ചെടുത്തു എന്ന് പറയാറില്ല. പക്ഷെ അങ്ങനെ പറഞ്ഞൊരു യുവാവിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ കഥയിലേക്ക് ഞാൻ ഇപ്പോൾ പോകുന്നില്ല. ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം പറഞ്ഞത്, സ്വാമി ഏത്തവാഴ കൃഷി നടത്തി 3 വർഷം ദൈവം എനിക്ക് തന്നു, ഞാൻ അതുകൊണ്ട് ഏതാണ്ട് 20 സെൻറ്റ് ഭൂമിയോളം വാങ്ങി. 4-ാം വർഷം ദൈവത്തിൻ്റെ ഷെയർ അങ്ങ് എടുത്തു, ഞാൻ എൻ്റെ 12 സെൻറ്റ് ഭൂമി അങ്ങ് വിറ്റു. നഷ്ടമൊന്നും എന്നല്ല പറഞ്ഞത്, എൻ്റെ 12 സെൻറ്റ് ഞാൻ വിറ്റു. കാരണം ദൈവം തന്നത് കൊടുത്തിട്ട് വാങ്ങി, ദൈവത്തിൻ്റെ ഷെയർ എടുത്തപ്പം ഞാൻ വാങ്ങിയത് വിറ്റു. യാതൊരു വിഷമവും ഇല്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതുപോലെ ബിസിനസ്സിൽ നഷ്ടം വന്ന ഒരാളിനെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഒരിക്കലും അയാളിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഞാനല്ല ചോദിച്ചത് ഒരു വലിയൊരു മനുഷ്യനാണ്, ലേക്ഷോറിൻ്റെ ഡയറക്ടറൊക്കെ ആയിരുന്ന ഒരു പുരുഷോത്തമൻ എന്ന് പറയുന്ന ഒരാളാണ് ചോദിച്ചത്, നിങ്ങളെന്തോ ബിസിനസ്സൊക്കെ നടത്തി നിങ്ങൾക്ക് ഭയങ്കര നഷ്ടം വന്നല്ലോ. നഷ്ടമൊന്നും വന്നില്ല, ഒരു നഷ്ടവും വന്നില്ല. പക്ഷെ ഞാൻ കേട്ട അങ്ങനെ അല്ലല്ലോ. ഇല്ല, എൻ്റെ മുതൽ എൻ്റെ കയ്യിലുണ്ട്, ലാഭം മാത്രമേ പോയിട്ടുള്ളൂ, മുതൽ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയും. അപ്പോൾ ചോദിച്ചു, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയായിരുന്നു? പുള്ളി പറഞ്ഞു 0. ഞാൻ 0-ൽ നിന്നാണ് തുടങ്ങിയത്, ഇപ്പം തിരിച്ച് ഞാൻ 0-ൽ വന്നു, എനിക്ക് വിഷമമൊന്നുമില്ല. പിന്നെ 0-ന് ആ കഥയൊക്കെ പറഞ്ഞു, അതൊക്കെ പോട്ടെ, നമുക്കിപ്പോൾ അത് പറഞ്ഞ സമയം കളയാനില്ലാത്തതുകൊണ്ട്. ഇപ്പം നമ്മുടെ മനസ്സാണ് നമ്മളെ നയിക്കുന്നത്. നമ്മുടെ മനസ്സ് നന്മയിലാണ് എങ്കിൽ
നമ്മൾ ഈശ്വരനാമം ജപിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല. നമ്മൾ ഈ ലൗകികതയിൽ മുങ്ങിക്കിടക്കുമ്പോഴാണ് നമുക്ക് ഈശ്വരനാമം ജപിക്കേണ്ടതായി വരുന്നത്. അവിടെയാണ് നമ്മൾ സത്സംഗം ചെയ്യണം എന്ന് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു. ഇപ്പം ഞാൻ പറയാൻ വന്നത്, ഈ നിരീശ്വരവാദിയായ മനുഷ്യൻ്റെ ഭാര്യ അങ്ങേയറ്റം വിശ്വാസിയാണ്. അവർ രാവിലെ എഴുന്നേറ്റാൽ അവരുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ്, കുളി കഴിഞ്ഞ്, പൂജ കഴിഞ്ഞ്, ആ തീർത്ഥം കഴിച്ചല്ലാതെ അവരൊരു കാര്യം ചെയ്യില്ല. അത് നിർബന്ധമാണത്. അപ്പോൾ അതിരാവിലെ അച്ഛനും എഴുന്നേക്കും, അമ്മയും എഴുന്നേക്കും. അച്ഛൻ ആദ്യം എഴുന്നേക്കും. അച്ഛൻ കുളിയൊക്കെ കഴിഞ്ഞ് വല്ല വരും. ഇപ്പോഴേക്കും അമ്മ എഴുന്നേറ്റ് അമ്മയുടെ കുളിയൊക്കെ കഴിഞ്ഞ് ഇതിനിടയ്ക്ക് ഈ മക്കളെ രണ്ടുപേരെയും വിളിച്ചുണർത്തി കഴിയുന്നോടനെ അച്ഛൻ ഈ ഇളയ മകൻ്റെ കയ്യിൽ റണ്ണൻ മാർട്ടിൻ്റെ ഒരു ഗ്രാമർ പുസ്തകം എടുത്തു കൊടുത്തിട്ട് ഇത് വായിക്കാൻ പറഞ്ഞു. അമ്മ പറയും ഹരിനാമകീർത്തനം വായിക്കാം. എന്തായാലും മൂത്ത മകൻ ഹരിനാമകീർത്തനം വായിച്ചു. അത് മുഴുവൻ കാണാപ്പാഠം പഠിച്ചു. അദ്ദേഹത്തിന് ഞാൻ ഇപ്പോൾ അദ്ദേഹം ജീവനോടെ ഇരിപ്പുണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ട്. ഞാൻ കാണുന്ന അവസരത്തിൽ എന്നോട് അദ്ദേഹം ഈ കഥകളൊക്കെ പറയുമ്പോൾ പറയും, എനിക്ക് ഇന്നും ഹരിനാമകീർത്തനം മുഴുവൻ കാണാപ്പാഠമാണ്. ഇന്നും ഞാൻ പലപ്പോഴും അത് വെറുതെ ഇരുന്ന് ചൊല്ലാറുണ്ട്. പക്ഷേ ഈ ഇളയ മകൻ പഠിച്ചത് റണ്ണൻ മാർട്ടിൻ ഗ്രാമറാണ്. അത് മുഴുവൻ കാണാപ്പാഠം പഠിച്ചു. ആദ്യം മുതൽ അവസാനം വരെയും, അവസാനം മുതൽ ആദ്യം വരെയും ഇത് കാണാപ്പാഠം ചൊല്ലാൻ ഈ ഇളയ മകനും പഠിച്ചു. അതിലെ തമാശ എന്താണെന്നാൽ, റണ്ണൻ മാർട്ടിൻ കാണാപ്പാഠം പഠിച്ച മകൻ സന്യാസിയായി ഇന്ന് ലോകപ്രസിദ്ധമായ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ്റെ വൈസ് പ്രസിഡൻ്റായി. ഹരിനാമകീർത്തനം പഠിച്ച ജ്യേഷ്ഠൻ അദ്ദേഹം വിദേശത്തൊക്കെ പോയി. അത് കഴിഞ്ഞ് പിന്നെ കേരളത്തിലെ PWD സർവീസിൽ ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞ് ചീഫ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിട്ട് റിട്ടയർഡായി. ഹരിനാമകീർത്തനം പഠിച്ച ആളാണ്. റണ്ണൻ മാർട്ടിൻ പഠിച്ച ആൾ ഇംഗ്ലീഷ് ഗ്രാമറാണ് പഠിച്ചതെങ്കിലും അദ്ദേഹം ഇന്ന് രാമകൃഷ്ണ മിഷൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. എനിവേ, ബാക്കി ആ കാര്യങ്ങൾ അങ്ങോട്ട് പോക്കട്ടെ. ഞാനിവിടെ പറയാൻ വന്ന കാര്യം, യഥാർത്ഥത്തിൽ ഈ നിരീശ്വരവാദിയായ അച്ഛൻ അല്ലെങ്കിൽ ആ ഭർത്താവ് ഈ രാവിലെ പൂക്കൂടെ എടുത്തുകൊണ്ട് പൂ പറിക്കാൻ പോകും. ഈ മൂത്ത മകൻ പറയാണ്, അച്ഛൻ പൂ പറിക്കാൻ പോകുമ്പോൾ ഒരു ബനിയൻ ഇട്ടിട്ടുണ്ടാവും, ഒരു വലിയ തോർത്ത് കൊടുത്തിട്ടുണ്ടാവും. ഈ പൂക്കൂടെ ഇങ്ങനെ ദൂരെയാണ് പിടിക്കുക. ദൂരെ പിടിച്ചുകൊണ്ടാണ് പൂ പറിക്കാൻ പോകുന്നത്. എന്താ രാവിലെ പൂ പറിക്കാൻ പോകുന്നത്? നിരീശ്വരവാദി എന്തിനാ പൂ പറിക്കുന്ന പൂജയ്ക്ക്? ഒരു ചോദ്യം ഉണ്ടല്ലേ? ഞാൻ ഉത്തരം പറയാം. പക്ഷെ അതിനു മുമ്പ് ഇദ്ദേഹം ആ പൂ പറിക്കുന്നതാണ് അതിൻ്റെ പ്രത്യേകത. ചെടി ഏറ്റവും മുകളിൽ നിൽക്കുന്ന പൂ പറിക്കുകയല്ല, ഏറ്റവും താഴെയുള്ള പൂവും പറിക്കില്ല, നടുഭാഗത്തുള്ള പൂ, അതും കമ്പുകൾക്കിടയിലുള്ള പൂ കൈകടത്തിപ്പോയി ആ പൂവേ പറിക്കുള്ളൂ. പൂ പറിക്കുമ്പോൾ അദ്ദേഹം പറയും, അച്ഛൻ പൂ പറിക്കുമെന്ന് കാണണം. ഈ 2 വിരൽ കൊണ്ട് അതിങ്ങനെ കിള്ളിയെടുക്കും. പൂവിൽ തൊടില്ല, പൂവിൻ്റെ ഞെട്ടിലേ തൊടുള്ളൂ, പൂവിൽ തൊടില്ല. എന്നിട്ട് അതിങ്ങനെ കിള്ളിയെടുത്തിട്ട് ഓരോ പൂവും അതിൻ്റെ ഇതളുകൾ മടങ്ങാതെ വളരെ ശ്രദ്ധയോടെ ആ കൂടയുടെ ഓരോ ഭാഗത്തായിട്ട് മാറ്റി മാറ്റി വയ്ക്കും. അച്ഛൻ പൂ പറിച്ച് കൊണ്ടുവയ്ക്കുന്ന കണ്ടാൽ തന്നെ അതൊരു ഭംഗിയാണ്. ആ പൂക്കൾ, ഓരോ പ്രത്യേക തരത്തിലുള്ള പൂക്കളും പ്രത്യേകം ഓരോ സ്ഥലത്തായിട്ട് അതിൻ്റെ ഇതളുകൾ പോലും മടങ്ങാതെ വളരെ ശ്രദ്ധയോടെയാണ് അത് വെക്കുന്നത്. അദ്ദേഹം കൈ ശരീരത്ത് തൊടില്ല, കൈ പൂവിൽ തൊടില്ല, ആ ഞെട്ടിൽ മാത്രമാണ് അത് കിള്ളിയെടുത്ത് വയ്ക്കുന്നത്. എന്നിട്ട് അത് കൊണ്ടുപോയി പൂജാമുറിയിൽ, അപ്പം അമ്മ അവിടെ പൂജാ പാത്രമൊക്കെ വൃത്തിയാക്കിയൊക്കെ റെഡിയാക്കി അവിടെ വെച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതവിടെ കൊണ്ടുവന്ന് വളരെ ഭദ്രമായിട്ട് അതവിടെ വെച്ചും കൊണ്ട് അദ്ദേഹം തിരിഞ്ഞിങ്ങി പോരുകയും ചെയ്യും. ഒന്ന് തൊഴുകയോ ആ ഭഗവാന്റെ പടത്തിലേക്ക് നോക്കുക അദ്ദേഹം ചെയ്യാറില്ല. എത്ര നിഷ്ഠയോടെയാണ് അത് ചെയ്യുന്നത്. ആ നിഷ്ഠ എന്ന് പറയുന്നത് തനിക്ക് ഈശ്വരനോടുള്ള ബഹുമാനം കൊണ്ടല്ല, മറിച്ച് പ്രതിപക്ഷ ബഹുമാനം കൊണ്ട്. തൻ്റെ ഭാര്യ ചെയ്യുന്ന കർമ്മം അത് അവരുടെ വിശ്വാസമാണ്. ആ വിശ്വാസത്തെ ഞാൻ ഹരിക്കാൻ എനിക്ക് അവകാശമില്ല, അതിനെ ഞാൻ അംഗീകരിക്കണം. ഇപ്പം നമ്മൾ കണ്ടതാണ്, പലപ്പോഴും പല രാഷ്ട്രീയ നേതൃത്വത്തിലുള്ളവരൊക്കെ ശബരിമല പോയിട്ട് പാർട്ടി ഭൗതികതയെയാണ് അംഗീകരിക്കുന്നത് കൊണ്ട് ഒന്ന് തൊഴുവാൻ മടിച്ച് നിൽക്കുക. ശബരിമല അയ്യപ്പൻ്റെ മുമ്പിൽ കൈകൊണ്ട് തൊഴുതു പോയി എങ്കിൽ അത് മോശമെന്ന് കരുതുന്നവർക്ക്
ആരെങ്കിലും എന്താ നിങ്ങൾ നിരീശ്വരവാദിയായിട്ട് അവിടെ പോയി തൊഴുതതെന്ന് ചോദിച്ചാൽ ധൈര്യമായിട്ട് അതിന് മറുപടി പറയാൻ സാധിക്കും. മറ്റുള്ളവരുടെ വിശ്വാസത്തെ ഹനിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് വിശ്വാസമില്ല, ഞാനവിടെ പോയിട്ട് ഞാൻ ഭഗവാനോടൊന്നും പ്രാർത്ഥിച്ചൊന്നുമില്ല. പക്ഷേ മറ്റുള്ളവരൊക്കെ എങ്ങനെയാണോ നിലകൊള്ളുന്നത് ആ രീതിയിൽ ഞാനും ആ ആചാരങ്ങൾ അവിടെ അനുകരിക്കാൻ അല്ലെങ്കിൽ അതുപോലെ ചെയ്യാൻ ബാധ്യസ്ഥനാണ് എന്ന് പറയാനുള്ള നട്ടെല്ലില്ലാതെ പോയി. അതുകൊണ്ടാണ് ഈ കൈ താഴെയിട്ട് ഇങ്ങനെ മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ നിൽക്കേണ്ടി വരുന്നത്. ഇവിടെ രണ്ടുപേരുടെയും മനസ്സ് നോക്കുക. നിരീശ്വരവാദിയായ അച്ഛൻ അമ്മയുടെ വിശ്വാസത്തിന് നീ ചെയ്യുന്ന തെറ്റാണ് എന്ന് പറയാനും പ്രചരിപ്പിക്കാനും അല്ലെങ്കിൽ ഇതിന് ഞാൻ സഹകരിക്കില്ല എന്ന് പറയാനും അല്ല പോയത്. മറിച്ച് അതിനെ ആ അമ്മ എത്രമാത്രം ബഹുമാനിക്കുന്നുവോ അത്രയും ബഹുമാനത്തോടു കൂടി അതേ നിഷ്ഠയോടുകൂടി അതിന് സഹായിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ചോദിക്കുക എന്തിനാണ് അങ്ങേര് ഇങ്ങനെ സഹായിച്ചതെന്ന്? വേറെ കാര്യമൊന്നുമില്ല. അങ്ങേർക്ക് 6 മണിക്ക് ചായ കിട്ടണം. 6 മണി കഴിഞ്ഞാൽ ഉടനെ ചായ കുടിക്കണം. അപ്പോൾ അമ്മയുടെ പൂജ കഴിയാതെ അമ്മ അടുക്കളയിൽ കയറുകയല്ല. അപ്പം അതുകൊണ്ട് 6 മണിയാവുമ്പോഴേക്കും അമ്മയുടെ പൂജ കഴിഞ്ഞ് കിട്ടണമെങ്കിൽ ഈ പൂപറിക്കലെന്ന പരിപാടി ഞാൻ ചെയ്തു കൊടുത്താലേ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് 6 മണിക്ക് പൂജ കഴിഞ്ഞ് കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ആ ഭാര്യ അടുക്കളയിൽ കയറുള്ളൂ. പിന്നെ തനിക്ക് ചായ ഉള്ളൂ. അപ്പം ചായക്ക് വേണ്ടിയിട്ട് ചെയ്തപ്പോഴും അങ്ങേയറ്റം ബഹുമാനത്തോടു കൂടി ചെയ്യാൻ ആ മനുഷ്യന് കഴിയും. മനം പോലെ മംഗല്യം. ആ മംഗളകർമ്മം നമ്മുടെ മനസ്സ് പോലെയാണ്. അപ്പം ആ മനുഷ്യൻ ഈശ്വരനാമം ജപിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, മറിച്ച് താൻ ചെയ്ത കാര്യത്തിൽ അങ്ങേയറ്റം ഡിവോട്ടഡായിരുന്നു, അങ്ങേയറ്റം ഭക്തിയോടെയാണ് അത് ചെയ്തിരുന്നത്. അതാണ് അതിൻ്റെ പ്രത്യേകത. അതാണ് നമ്മളിൽ നിന്ന് നമുക്ക് നഷ്ടമാകുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞു, ഒരുപാട് തിരക്കിലാണ്. ഒരു വിധത്തിലും നമുക്ക് 1 മിനിറ്റ് ഷെയർ ചെയ്യാനുള്ള അവസരമില്ല. എന്നിട്ടോ നമുക്കെല്ലാം പൈസ കൊടുത്താൽ കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഒരു സനാതനധർമ്മ സമൂഹമാണ് ഞാനും നിങ്ങളും. ഒരു പക്ഷേ ഈ മൈക്കിലൂടെ ഇത് ശ്രവിക്കുന്നവരും ഒക്കെ തന്നെ പണം കൊടുത്താൽ ലോകം മുഴുവൻ വാങ്ങാമെന്നാണ് ധരിച്ചിരിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ പണം ഒന്നുമല്ല എന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തിക്കൊണ്ട് ഈശ്വരൻ പറയും. അത് ഈശ്വരൻ നേരിട്ട് വന്ന് പറയില്ല, ഒരു ഡോക്ടറുടെ രൂപത്തിൽ പറയും. ഞാൻ കണ്ടിട്ടുണ്ട് കൊല്ലത്ത് ഒരു ഹോസ്പിറ്റൽ, വളരെ പ്രസിദ്ധമായൊരു ഹോസ്പിറ്റലാണ്. അവിടെ വെച്ചിട്ടുണ്ടായൊരു സംഭവമുണ്ട്. ഞാൻ അവിടെ ഒരു 10-22 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായ ഒരാളെ കാണാൻ പോയാണ്. അദ്ദേഹം 2 വീലർ ആക്സിഡൻറ്റിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പോൾ കൊല്ലത്ത് പോകേണ്ട ഒരാവശ്യം വന്നപ്പോൾ ഞാൻ വെറുതെ പോയി അദ്ദേഹത്തെ കണ്ടു. അപ്പോൾ അവിടെ ഒരാൾ വന്ന് പറഞ്ഞു, സ്വാമി അടുത്ത മുറിയിൽ ഒരാൾ കിടപ്പുണ്ട്, അദ്ദേഹത്തിന് ലിവർ സിറോസിസ് എന്ന് പറയുന്ന അസുഖമാണ്, കരൾ മാറ്റി വയ്ക്കണം, കരൾ മാറ്റ ശസ്ത്രക്രിയ നടത്തണം. പക്ഷേ ഡോക്ടർ വലിയൊരു ഹോപ്പൊന്നും പറയുന്നില്ല. സ്വാമി ഒന്ന് വന്ന് കാണുമോ അയാളെ? ഞാൻ പറഞ്ഞു, എനിക്ക് അദ്ദേഹത്തെ ഒരു പരിചയമില്ലല്ലോ. വേണ്ട, പരിചയമൊന്നും വേണ്ട, ഒരു സ്വാമി വന്ന് കണ്ടു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വലിയൊരു ആശ്വാസമാകും. എന്നാൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. ഞാൻ ആ മുറിയിലേക്ക് ചെന്നു. ഞാൻ ചെന്ന് 2 മിനിറ്റിനകം ഒരു ഡോക്ടർമാർ 2-3 ഡോക്ടർമാരും ഒക്കെ അവിടെ വന്നു. മുറിയിൽ നിന്ന് എല്ലാവരോടും വെളിയിൽ പോകാൻ പറഞ്ഞു. അവരെല്ലാവരും വെളിയിൽ പോയി, ഞാൻ മാത്രം അവിടെ നിന്നു. എന്നോട് അവർ പറഞ്ഞതുമില്ല, അതുകൊണ്ട് അവിടെ നിന്നു. അപ്പോൾ ഈ ഡോക്ടർ പരിശോധനയൊക്കെ കഴിഞ്ഞപ്പം ഈ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറയാണ്, ഡോക്ടർ, ഞാൻ പണം എത്ര വേണമെങ്കിലും തരാം, എൻ്റെ ജീവൻ രക്ഷിക്കണം. അരങ്ങൊന്ന് നമ്മളവിടെ നിൽക്കുമ്പോഴും മാത്രമേ ശരിക്കും നമുക്കത് ഫീൽ ചെയ്യുള്ളൂ. ആ മനുഷ്യൻ എത്ര ആർത്തിയോടെ ജീവിക്കാനുള്ള ആ ഒരു ത്വര, അവിടെ കൈ കൂട്ടി പിടിച്ചിട്ട് പറയാണ്, ഞാൻ എത്ര വേണമെങ്കിലും പണം തരാം, എൻ്റെ ജീവൻ രക്ഷിക്കണം. ഡോക്ടറുടെ വളരെ കൂളായ മറുപടി, ഭഗവാനോട് പ്രാർത്ഥിക്കാൻ. ഒറ്റ വാക്കിൽ തീർന്നു, ഭഗവാനോട് പ്രാർത്ഥിക്കുക. വേറെ ഒന്നും ഡോക്ടർക്കും ചെയ്യാനുമില്ല, പറയാനുമില്ല. അവിടെ ആ ഡോക്ടർ കൊഞ്ഞനം കുത്തിക്കൊണ്ടാണ് പറയുന്നത്, നിൻ്റെ പണം കൊണ്ട് എനിക്കൊരു പ്രയോജനവും ഇല്ല. ആർക്ക്? ഡോക്ടർക്കല്ല. ആ ജീവൻ രക്ഷിക്കണം എന്ന് ആരോട് ആണോ
ഡോക്ടറോടാണ് പറഞ്ഞെങ്കിലും അത് ഈശ്വരൻ കേൾക്കണമല്ലോ. അതുകൊണ്ടാണല്ലോ പറഞ്ഞത് ഈശ്വരനോട് പ്രാർത്ഥിക്കാൻ. ആ ഈശ്വരൻ പറയാണ്, നിന്റെ പണമൊന്നും എനിക്ക് വേണ്ട, ഇതുകൊണ്ടൊരു പ്രയോജനമൊന്നുമില്ല. ഇതുപോലെ എത്രയോ രംഗങ്ങൾ. ഞാൻ കേദാർനാഥിൽ ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ പോകുമ്പോൾ ഒരു ബ്രിഗേഡിയർ, അതായത് ആർമി കമാൻഡിങ് ഓഫീസറുടെ ഭാര്യയും 2 പെൺകുട്ടികളും കൂടി അവിടെ വന്നു. അപ്പോൾ അവിടെ വേറൊരാൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇവരിങ്ങനെയൊക്കെ ഉള്ളതാണ്, അവർക്ക് ലൈനിൽ വരാനൊരു മടി, അതുകൊണ്ട് സ്വാമി അവരെ ഇപ്പുറത്തൂടെ വിളിച്ചെന്തെങ്കിലും കൊടുത്തു വിടാമോ? ഞാൻ പറഞ്ഞു അതിനെന്താ, അവരെ വിളിക്കുമെന്ന് പറഞ്ഞു. അവർ വന്നു, ഞാൻ അവിടെ കയറ്റി ഇരുത്തി സംസാരിച്ചു. അപ്പം മൂത്ത മകൾ ഡിഗ്രി ഫൈനൽ ഇയർ, രണ്ടാമത്തെ മകൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ, കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പറയാണ്, സ്വാമിജി പൈസ ഞങ്ങൾ തരാം, ഞങ്ങൾക്ക് വെറുതെ ഒന്നും വേണ്ട, ഫ്രീ ആയിട്ടൊന്നും വേണ്ട, പൈസയുണ്ട്, പൈസ തരാം, അതിന് ബുദ്ധിമുട്ടില്ല. പക്ഷേ ഞങ്ങൾക്ക് സാധനങ്ങൾ, ആഹാരത്തിനുള്ള സാധനങ്ങൾ വേണം, മാർക്കറ്റിൽ പോലും കിട്ടാനില്ല. എന്നാലോചിച്ച് നോക്കുക, നമ്മുടെ ദൈനംദിന ആഹാര സാധനങ്ങളായ പച്ചക്കറിയും അരിയും പരിപ്പും പണമുണ്ട്, പക്ഷേ കിട്ടാനില്ല. നമ്മൾ ചേർത്ത് വെച്ച പണം തിന്ന വയറ് നിറയുമോ? ഞങ്ങൾ തന്നെ അവിടെ കുറേയധികം ദിവസം വെറും ചോറും പരിപ്പും മാത്രം കഴിച്ചിട്ടാണ് അവിടെ താമസിക്കുന്നത്. അത്ര കണ്ട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം മാർക്കറ്റിൽ സാധനങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ അവിടെയും മറ്റുള്ളവരോടൊപ്പം ആ വരിയിൽ വന്ന് ആ സാധനം വാങ്ങാൻ അഭിമാനം, ഞാനെന്ന ഭാവം അനുവദിക്കുന്നില്ല. അഹം, ആദ്യം പറഞ്ഞല്ലോ, ഈ ഞാനെ കളയണം. ഞാനൊരു ബ്രിഗേഡിയറുടെ ഭാര്യയാണ്, ഇവരെൻ്റെ മക്കളാണ്. അപ്പം മറ്റ് സാധാരണക്കാരോടൊപ്പം ലൈനിൽ പോയി നിന്ന് സാധനങ്ങൾ വാങ്ങാനുള്ള മാനസികമായ ഒരു ബുദ്ധിമുട്ട്, അതൊരഹങ്കാരമാണ്, അത് ബുദ്ധിമുട്ടല്ല. ആ ഞാനെന്ന ഭാവം പോകാനുള്ള ബുദ്ധിമുട്ട്. ഇതാണ് നമ്മുടെയൊക്കെ അവസ്ഥ. അവിടെയാണ് ശ്രീരാമകൃഷ്ണൻ പറഞ്ഞ്, ഗൃഹസ്ഥൻ നിർബന്ധമായും സാധുസംഗം ചെയ്യാൻ. നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, കാരണം മണി 11 പോകുന്നു. ഇപ്പോൾ ചിദാനന്ദപുരി സ്വാമികൾ, എനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൂടെ പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു, ചിദാനന്ദപുരി സ്വാമികളുടെ അടുത്ത് ഒരു പ്രഭാഷണത്തിൽ 2 പേര് പറഞ്ഞു, സ്വാമി യാഗോ യജ്ഞോ ഇതൊക്കെ പറ്റിക്കല, ഒക്കെ കള്ളമാ, പണം പറ്റിച്ചുകൊണ്ട് വന്ന പരിപാടിയാണ് ഇത് എന്ന് പറഞ്ഞു. ഇപ്പോൾ സ്വാമി ചോദിച്ചു, എന്താ അങ്ങനെ പറഞ്ഞത്? അത് തിരുവനന്തപുരത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പുത്രകാമേഷ്ടി യാഗം നടത്തി, ഇപ്പോൾ 15,000 രൂപ അടച്ച് രസീത് വാങ്ങിയാൽ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാവും എന്ന് പറഞ്ഞു. ഞങ്ങൾ 2 പേര് പണം കൊടുത്തു, രസീതൊക്കെ വാങ്ങി, പക്ഷെ ഞങ്ങൾക്ക് കുട്ടികളൊന്നും ഉണ്ടായില്ല ഇതുവരെ. അപ്പോൾ സ്വാമി അങ്ങോട്ട് ചോദിച്ചത്, ഇപ്പം ആരെ പറ്റിച്ചു എന്നാണ് നിങ്ങൾ പറയുന്നത്? യാഗം എന്നത് നിങ്ങളെ പറ്റിച്ചു എന്നോ അതോ നിങ്ങൾ ദൈവത്തെ പറ്റിച്ചു എന്നോ? ഇതിലേതാണ് ഇപ്പം വിശ്വസിക്കേണ്ടത്? എന്നിട്ട് സ്വാമി പറഞ്ഞു, യാഗം നടത്തുമ്പോഴേ യാഗത്തിനൊരു യജമാനനുണ്ട്, യജമാനനാണ് യാഗത്തിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തുക. അപ്പം അങ്ങനെ വന്നാൽ ആ യജമാനനാണ് കുട്ടികൾ ഉണ്ടാകുന്നത്. അല്ലാതെ അവിടെ യാഗം നടത്തി അതിൻ്റെ ഫലം കാശ് കൊടുത്ത് 15,000 രൂപ അടച്ചാൽ യാഗത്തിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടും എന്ന് നിങ്ങൾ ധരിച്ചെങ്കിൽ അത് നിങ്ങളാണ് മണ്ടൻ. ദൈവം നിങ്ങളെയല്ല പറ്റിച്ചത്, നിങ്ങൾ ദൈവത്തെ പറ്റിക്കാൻ ശ്രമിച്ചതാണ്. അവിടെ നിങ്ങൾ പറ്റിപ്പോയി, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഇനി നിങ്ങൾ പുത്രകാമേഷ്ടി യാഗം നടത്തി കുട്ടികളുണ്ടാകണമെങ്കിൽ ഒന്നുകിൽ നിങ്ങളുടെ ഭാര്യയെ ആ യാഗത്തിൻ്റെ യജമാനന് വിവാഹം ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളൊരു പുത്രകാമേഷ്ടി യാഗം നടത്തുക, അതിൽ നിങ്ങൾ യജമാനായിട്ടിരിക്കുക, എന്നിട്ട് കുട്ടികളുണ്ടായില്ല എങ്കിൽ പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ സമ്മതിക്കാം. നമ്മളെല്ലാവരും ചെയ്യുന്നത് അത് തന്നെയാണ്. അമ്പലത്തിൽ പോയി നമ്മൾ എല്ലാ കാര്യങ്ങളും കാശ് കൊടുത്ത് കാര്യം നടത്തുന്നവരാണ്. ഉദയാസ്തമന ഭാഗവതം വായിക്കാൻ അമ്പലത്തിൽ 1500, 2000, 3000 പണം അടച്ച് രസീത് ഷീട്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ധാരണ ഉദയാസ്തമന ഭാഗവത പാരായണം നടത്തിയതിൻ്റെ പുണ്യമല്ല എനിക്കും കാശ് അമ്പലത്തിനും പിന്നെ വായിച്ചവർക്കും. സത്യം പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പുണ്യം കിട്ടിയത് ആർക്കാണ്?
എല്ലാ അർത്ഥത്തിലും പുണ്യം കിട്ടിയത് വായിച്ചവർക്കാണ്. കാരണം കാശും കിട്ടി, വായിച്ചതിൻ്റെ പുണ്യവും കിട്ടി. കാശ് കൊടുത്ത നമ്മൾ ഗോവിന്ദ, അത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ സഹസ്രനാമം ജപിക്കുക, അതിന് പ്രത്യേകിച്ച് നിയമമൊന്നുമില്ല, എങ്ങനെ വേണേലും ജപിക്കാം. ആധ്യാത്മികമായ ഉന്നമനം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന നിയമങ്ങളെല്ലാം പാലിച്ചേ പറ്റുള്ളൂ എന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇപ്പം മന്ത്രദീക്ഷ എടുത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കറിയാം. സ്ത്രീകൾ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സ്വാമിജി ഞങ്ങൾക്ക് ഈ അശുദ്ധമായ സമയത്തൊക്കെ ഇത് ഇങ്ങനെ ജപിക്കാൻ പറ്റുമോ? അപ്പോൾ അന്ന് ഗുരുക്കന്മാർ പറയുന്നത് അതെന്താണ്, അശുദ്ധവും ശുദ്ധവും ഒന്നുമില്ല, ഈശ്വരനാമം ജപിക്കുന്നതിന് എന്ത് അശുദ്ധം എന്ത് ശുദ്ധം, ഒന്നുമില്ല, ഒന്നും ആവശ്യമില്ല. 24 മണിക്കൂറും ശുഭമുഹൂർത്തമാണ്. ഇന്ദ്രയ ദിനമേ ശുഭദിനമേ, ഇന്ദ്രി നാളെ ശുഭനാളെ. ഈ ക്രിസ്ത്യൻസ് പാടുന്ന ഒരു പാട്ടുണ്ട്, സ്വർഗരാജ്യം സമാഗതമായി ഒരുങ്ങുവിൻ വേഗം, നല്ല സമയം വേറെയില്ല ഇറങ്ങുവിൻ വേഗം. അതിനു വേണ്ടിയിട്ട് മുഹൂർത്തമൊന്നും നോക്കണ്ട, സ്വർഗരാജ്യം സമാഗതമായി ആ ദൈവീക സങ്കല്പത്തിലുള്ളതായ ആ പ്രദേശം ഇതാഗതമായിരിക്കുന്നു. നല്ല സമയം വേറെയില്ല. ഇനി ഇതിനേക്കാളും നല്ല ഒരു സമയമുണ്ടെന്ന് പറഞ്ഞ് ജ്യോത്സ്യൻ്റെ അടുത്ത് പോയി മുഹൂർത്തം കുറിക്കേണ്ട കാര്യമൊന്നുമില്ല. ദിസ് ഈസ് ദ ബെസ്റ്റ്. ഇപ്പം തന്നെ ഇറങ്ങിക്കോളാൻ, ആ സ്വർഗരാജ്യത്ത് പോകാൻ ഈ നിമിഷം ഇറങ്ങിക്കോളാൻ. അത് തന്നെയാണ് പുരന്ദരദാസൻ പാടിയത് കന്നഡ ഭാഷയിൽ. ഇന്ദ്രയ ദിനമേ ശുഭദിനമേ, ഈ ദിവസമാണ് ഏറ്റവും ശുഭകരമായ ദിവസം. ഇന്ദ്രി നാളെ ശുഭനാളെ, എത്രയും ശുഭമായ ആ മുഹൂർത്തം അത് ഈ നിമിഷമാണ്, ഇപ്പം തന്നെയാണ്. അല്ല, ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പലരും പലതും പറയും. ഇപ്പം കൂടെ ഒരാൾ കോഴിക്കോട് നിന്ന് ഒരു മാസം മുമ്പ് എന്നെ വിളിച്ചിരുന്നു. പറഞ്ഞു, സ്വാമിജി എനിക്ക് ഏതെങ്കിലും ഒരു ആശ്രമത്തിൽ പോയി നിൽക്കണം, അത്രേ ഉള്ളൂ, വേറെ ആഗ്രഹമൊന്നുമില്ല. എന്നാൽ കഴിയുന്ന അത്യാവശ്യം പണിയൊക്കെ ചെയ്യാം, എനിക്ക് വേറെ വീട്ടിൽ ബാധ്യതയൊന്നുമില്ല, അത്യാവശ്യം സ്വത്തൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, വന്നോളൂ, ഇവിടെ ഒരു ചെറിയ ആശ്രമമാണ്, 2 മുറിയേ ഉള്ളൂ, എങ്കിലും ഉള്ള സ്ഥലത്ത് നമുക്ക് എല്ലാവർക്കും കൂടെ കിടന്നുറങ്ങാം, ഉള്ള ആഹാരം നമുക്ക് കഴിക്കാം, ഇവിടെ താമസിക്കാം, വന്നോളൂ എന്ന് പറഞ്ഞു. പക്ഷെ വരുന്നതിന് മുമ്പ് ഭാര്യയോടും മക്കളോടും ഒക്കെ പറയണം, അവർക്കും കൂടെ സമ്മതം ഉണ്ടാവണം. നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണത്താലൊന്ന് ഹോസ്പിറ്റലൊക്കെ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ അപ്പോൾ വീട്ടുകാരെ അറിയിച്ചാൽ അവർ വന്ന് കൊണ്ടുപോകണ്ടേ. ശരി, ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. എല്ലാവരോടും ചോദിച്ചു, എല്ലാവർക്കും സമ്മതമാണ്, അതും പറഞ്ഞു. അപ്പോൾ ഒരാഴ്ച മുമ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ അവർക്കൊന്നും പ്രശ്നമൊന്നുമില്ല, അവർ സമ്മതമാണ്, അതുകൊണ്ട് താമസിയാതെ ഞാൻ അവിടെ എത്തും, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഇന്നലെ വിളിച്ചിട്ട് മനുഷ്യൻ എന്നോട് പറഞ്ഞു, സ്വാമിജി എൻ്റെ മരുമകൻ വിദേശത്താണ്, ഗൾഫിലാണ്, അയാളിപ്പോൾ വന്നിട്ടുണ്ട്, അപ്പം മരുമകനും മകളും ഇവിടെ ഉണ്ട്, 1 മാസം കഴിഞ്ഞ് അവരങ്ങ് പോകും, അപ്പം അതുകൊണ്ട് ഞാൻ അവർ പോയി കഴിഞ്ഞിട്ട് അങ്ങ് വരാം. ഇന്ദ്രി നാളെ ശുഭനാളെ അല്ലേ? അപ്പം അവിടെ തടസ്സമായതാരാണ്? വിദേശത്ത് നിന്ന് വന്ന മകളും മരുമകനുമാണ് തടസ്സമാകുന്നത്. ഒരു തടസ്സമാണ്. അവർ ജീവിച്ചോട്ടെ. അതേസമയം ഒരു ടീച്ചറെ എനിക്കറിയാം. ടീച്ചർ ഇതുപോലെ ഒരു കുഗ്രാമത്തിൽ പോയി, ഒരു സ്കൂളിൽ അവിടെ പോയി താമസിച്ചു. നമ്മുടെ മല്യകരണി എന്ന് പറയും, കുഗ്രാമാണത്, വാഹന സൗകര്യങ്ങളൊന്നുമില്ല. മക്കൾ പറഞ്ഞ, അമ്മ അവിടെ പോയി താമസിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്ന് കാണണമെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് എന്നെ കാണണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ വരണം. അങ്ങനെയുള്ള സ്ഥലത്തേക്ക് എങ്ങനെ എത്തുക? ടാക്സി കിട്ടും. എന്നെ കാണണമെങ്കിൽ അങ്ങോട്ട് വരണം, എനിക്ക് നിങ്ങളെ കാണണമെന്ന് താല്പര്യമൊന്നുമില്ല, നിങ്ങൾക്ക് വെള്ളം തീയും ഒക്കെ തിരിഞ്ഞു, അത്യാവശ്യം പഠിപ്പൊക്കെ ഉണ്ട്, ജോലിയൊക്കെ ആയി, ഇനി നിങ്ങളായി, നിങ്ങളുടെ വഴിയായി നിങ്ങൾ ജീവിച്ചോളൂ. എനിക്ക് ഇനി ഈ കുഗ്രാമത്തിൽ പാവപ്പെട്ട കുറച്ച് പിള്ളേരുമായിട്ട് അവിടെ ജീവിക്കാനാണ് എനിക്കിഷ്ടം. എന്നെ കാണണമെങ്കിൽ അങ്ങോട്ട് വരണമെന്ന് മാത്രമല്ല, അങ്ങോട്ട് വരുമ്പോൾ അവിടെ എത്ര കുട്ടികളുണ്ടോ അവർക്ക് മുഴുവൻ കഴിക്കാനുള്ള സാധനങ്ങളുമായിട്ടേ വരാവൂ. അല്ല എന്നെ കാണാനും പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് വലിച്ചു വാരി കെട്ടിക്കൊണ്ട് വരണ്ട. അത് പറഞ്ഞ ഒരു ടീച്ചറെ എനിക്കറിയാം. ഓ എൻ്റെ ദിനമേ ശുഭദിനമേ, ഇന്ദ്രി നാളെ ശുഭനാളെ, ദൈവരാജ്യം സമാഗതമായി ഒരുങ്ങുവിൻ വേഗം, നല്ല സമയം വേറെയില്ല ഇറങ്ങുവിൻ വേഗം. ഓ ആ ഒരവസ്ഥയിലേക്ക് എത്താൻ കഴിയുന്ന ഒരു കുറച്ചധികം ആളുകളോടൊപ്പമാണ് ഇന്നിപ്പം ഞാൻ സംവദിച്ചത്. അതുകൊണ്ട് ഞാനാണ് ഭാഗ്യവാൻ. എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്, അപ്പം അതിനിടയ്ക്ക് ഒരു ചെറിയ ഗ്യാപ്പുണ്ട്, ചായ